ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവർ എടുക്കണം, അല്ലാത്തവർ വിട്ടേക്ക്. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം, ടൈംലെസ് ആണ്. നമ്മുടെ ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകൾ വരുന്നവരുണ്ടെങ്കിൽ അവരെ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ഒന്നിട്ട് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് കാർഡ് 7 ഓഫ് സോഡ്സ്. 7 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. സോ നിങ്ങളെ ചതിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് നിങ്ങളെ ഒരു വ്യക്തി ചതിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണർ തന്നെയാകണം എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറക്കമില്ല എന്നാണ്. ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. മാനസിക വ്യഥ അതിന് മാത്രമുണ്ട്. കാരണം എങ്ങനെയാണ് ഉറങ്ങുക? ഇത്രയും കാലം വിശ്വസിച്ച് സ്നേഹിച്ച് എല്ലാം കൊടുത്ത് കൊണ്ടു നടന്നിരുന്ന ആൾ പെട്ടെന്നൊരു ദിവസം നമ്മളെ ചതിച്ചു എന്ന ആ അറിവ് നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വലയത്തിനുള്ളിൽ, അതായത് സങ്കടങ്ങളുടെയും വിഷമത്തിൻ്റെയും മാത്രമല്ല, ഒരു വല്ലാത്ത ഒരു വീർപ്പുമുട്ടലാണ്. ഇത്രയും കാലം ഞാൻ കൊണ്ടു നടന്ന, അല്ലെ ഞാൻ സ്നേഹിച്ച വ്യക്തി എന്നോട് ഈ രീതിയിൽ കാണിച്ചല്ലോ എന്ന ആത്മനൊമ്പരം ഒരിടത്ത് വല്ലാത്ത ഒരു മാനസിക സംഘർഷത്തിൽപ്പെട്ട് കിടക്കുന്നു എന്നാണ്. എന്നാൽ ഈ ആൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി വളരെയധികം ഫൈറ്റ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ഒരു ഡിഫൻസ് മോഡിൽ, ഒരു പ്രതിരോധത്തിൻ്റെ ആ ഒരവസ്ഥയിൽ എന്ത് ചോദിച്ചാലും മിണ്ടാട്ടമില്ലാതെ മുഖം തിരിഞ്ഞിരിക്കുന്ന ആ അവസ്ഥ. എന്ത് ചോദിച്ചാലും ശരി, അതിന് ആൻസറില്ല. അംഗീകരിക്കാൻ തയ്യാറല്ല. നിങ്ങൾ ചോദിക്കുന്നതിനൊന്നും ആൻസറില്ല, അത് അംഗീകരിക്കാനും തയ്യാറല്ല എന്ന രീതിയിൽ ഇവിടെ ഇരിക്കുന്നു എന്ന് നമുക്കിവിടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളാണെങ്കിൽ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും കാലം അധ്വാനിച്ചിട്ട് ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത ആ ഒരു ജീവിതം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയാകാം, കരിയറാകാം, എന്ത് തന്നെയായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെയാകാം, ഇത്രയും കാലം ഞാൻ ചെയ്തിട്ട് എനിക്ക് അവസാനം ഈ ഒരു ഗതി, അതായത് ഞാൻ ഇത്രയും അധ്വാനിച്ചിട്ട് എനിക്ക് ബലം കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ബലം എനിക്ക് കിട്ടാതെ എന്നെ ചതിച്ചല്ലോ എന്നുള്ള വേദനയും ദുഃഖവുമാണ് ഇവിടെ ഈ കാർഡ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഓക്കെ, എന്നാൽ നിങ്ങൾ ബോൾഡായ ചില തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്നു എന്നാണ്. കിങ് ഓഫ് സോഡ്സിൻ്റെ ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. എന്താണ് കിങ് ഓഫ് സോഡ്സ്? ആ ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ട്, മാനസികമായ സംഘർഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എല്ലാ സമ്പന്നതയുടെയും നടുവിലാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് ഇത്തരം ഒരു മാനസിക അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ തകർന്നു എങ്കിലും അതിൽ നിന്ന് ഒന്ന് ബോൾഡാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ നേടിയെടുക്കുന്നു. ഇനി ഞാൻ ഇതിനെ ആ രീതിയിൽ വിട്ടുകൊടുക്കില്ല എന്നുള്ള ആ ഒരു ചിന്ത, അല്ലെങ്കിൽ ഇതിനെ എനിക്ക് അവസാനം കാണണം എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നാണ്. അതിന് ഏതറ്റം വരെ പോകാനും നിങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നാണ്. അതായത് നിങ്ങളിപ്പോൾ അന്വേഷണത്തിൻ്റെ ത്വരയിലാണ്. എനിക്ക് ആ സത്യം അറിയണം. കാരണം ഇത്രയും കാലം എന്നെ വഞ്ചിച്ച ഈ വ്യക്തി, എൻ്റെ കൂടെ ജീവിച്ച ഇത്രയും കാലം എല്ലാ സുഖവും സമ്പന്നതയും എല്ലാം ആർഭാടങ്ങളും അവരാസ്വദിച്ച് ജീവിച്ചിട്ട് അവസാനം എന്നെ വിഡ്ഢിയാക്കുന്ന ആ അവസ്ഥ വന്നപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ശരി, ഇതിന് റിപ്ലൈ നിങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു അവസാനം ഞാൻ കണ്ടേ അടങ്ങൂ എന്ന രീതിയിൽ നിങ്ങളും പല വഴികളും ആലോചിക്കുന്നു എന്നാണ്. ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡ്യൂട്ടീവ് പവർ ഉണരുന്നു എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് ഇൻഡ്യൂട്ടീവ് പവർ വർദ്ധിക്കുന്നു, അങ്ങനെയുള്ള കുറച്ച് ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ സ്വയം വെളിവാകുന്നു പല കാര്യങ്ങളും. നിങ്ങളിലേക്ക് ആരോ ശക്തമായി അത് നിങ്ങളെ മനസ്സിലാക്കി തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഡിവൈൻ തന്നു എന്നാണ് കാണിക്കുന്നത്. കിങ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേനും ഒരു അഗ്നിയാണത്. നമ്മുടെ ഹൃദയത്തിൽ കിടന്നങ്ങനെ
ഉരുട്ടി ഉരുട്ടി നമ്മൾ കൊണ്ടു നടന്ന ഈ മാനസിക ആ വിഷമങ്ങൾ കുറേ കാലം നിങ്ങളത് കൊണ്ടു നടന്നു, സഹിച്ചു, പല രീതിയിൽ നിങ്ങൾ നോക്കി. പക്ഷേ നിങ്ങൾക്ക് അതിനൊരു ശരിയായ രീതിയിലുള്ള റിപ്ലൈയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സമീപനമോ കിട്ടാതെ വന്നപ്പോൾ അതൊരു അഗ്നിയായി മനസ്സിൽ കിടക്കുന്നു എന്നാണ്. നിങ്ങൾ പലതും ത്യജിച്ചു, പല പല കാര്യങ്ങളും പോട്ടെ പോട്ടെ എന്ന് വെച്ചു, അല്ലെങ്കിൽ പല രീതിയിലും നിങ്ങൾ പല കാര്യങ്ങളും ഉപേക്ഷിച്ചു. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു യഥാർത്ഥ കാരണം പിടികിട്ടണം. ആ യഥാർത്ഥ കാരണം എന്താണ് എന്നറിഞ്ഞ് വേണം അടുത്ത നീക്കം എന്നുള്ള ആ ഒരു അഗ്നി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ജ്വലിച്ചു നിൽക്കുന്നു എന്നാണ്. കിങ് ഓഫ് കപ്സ്. എന്നാൽ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് അതിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിലും സ്നേഹം ഉള്ളിലുണ്ട്. ആ സ്നേഹം എന്ത് തന്നെയാണെങ്കിലും ശരി, ഞാനിത് അറിഞ്ഞുള്ളൂ. ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെയധികം. കിങ് ഓഫ് കപ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഇമോഷൻ്റെ ഏറ്റവും വലിയ രാജാവെന്നാണ് ആ കാർഡിൻ്റെ അർത്ഥം. അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ ഈ സത്യങ്ങൾ കണ്ടുപിടിക്കും ഞാൻ എന്നുള്ള ആ ഒരു ത്വരയിലേക്ക് നിങ്ങൾ പോകുന്നു. ഇതൊക്കെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുകയാണ്. ഉള്ള സ്നേഹവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ അത്രയും സ്നേഹം കൊടുത്തും അത്രയും സ്നേഹത്തോടെ ജീവിക്കുകയും അതുപോലെ എല്ലാ ബഹുമാനങ്ങളും കൊടുത്തും ഒക്കെ വന്നതാണ്. പക്ഷേ അതിപ്പോൾ ഇങ്ങനെയാണ് കണ്ടത്. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൽ നമുക്ക് ഒരു പുതിയ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നു, അല്ലെ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു, പുതിയ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അതായത് ഇതിനൊരു തുടക്കം അല്ലെങ്കിൽ ഇതിനൊരു റിസൾട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിന് റിസൾട്ട് വരാൻ പോകുന്നു എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി എനിക്കതറിയണം എന്നുള്ള ത്വരയാകാം. ആ ത്വരയുടെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ അന്വേഷിക്കുന്ന പല വഴികളും ഉണ്ടാകാം. സോഷ്യൽ മീഡിയ കൂടെ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ട് അതിനെനിക്ക് മനസ്സിലാകണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ശ്രമിക്കുന്നത്, അതിന് നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ പോകുന്നു. അതിന് നിങ്ങൾക്ക് തുടക്കങ്ങൾ വരാൻ പോകുന്നു. പുതിയ 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 കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഊർജ്ജസ്വലമായിട്ട് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാർഡ് കാണിക്കുന്നത്. നമുക്കിവിടെ ഒരു ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്. ഈ ഫൂൾ കാർഡ് പറയുന്നത് പുതിയ തുടക്കങ്ങളാണ്, അല്ലേ? പുതിയ തുടക്കം, ന്യൂ ബിഗിനിങ് കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം അവസാനിക്കുമെന്നും, അതായത് ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ മൂടി വെച്ച രഹസ്യങ്ങളെല്ലാം പുറത്തു വരുമെന്നും, ആ രഹസ്യങ്ങൾ പുറത്തു വരുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുമാണ്. അതായത് എൻഡിങ്സ് വന്നിട്ട് അത് എൻഡിങ് ആവുമെന്നാണ്. ആ എൻഡിങ് വന്നതിന് ശേഷം അത് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക്, അതായത് ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു പോകും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അത് 2 ഓഫ് കപ്സ് ആണ് വരുന്നത് സോൾമേറ്റ് ആണ്. നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കും. നിങ്ങളെ യഥാർത്ഥമായ പ്രണയം അല്ലെങ്കിൽ സ്നേഹം തന്ന് നിങ്ങളുടെ പങ്കാളിയായിട്ട് ജീവിക്കുവാൻ ഉള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു കാർഡാണ്. അതായത് ഇത് സോൾമേറ്റിൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ സ്നേഹം ഇങ്ങനെ എന്താ പറയുക, വാരിക്കോരി അന്യോന്യം അനുഭവിക്കാനുള്ള യോഗം, അതാണ് നമുക്ക് ഈ കാർഡ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ 4 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അത് നല്ലൊരു ഫാമിലി, എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ രീതിയിലുള്ള ഒരു ഫാമിലി നിങ്ങൾക്ക് കിട്ടും എന്നാണ്. അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടതിൽ നിങ്ങളെ ചതിച്ചു പോയ ആ പങ്കാളിയെ ചതിച്ചു തന്നെയാണ് കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ വെറും ഒരു സ്നേഹത്തിൻ്റെ പേരിൽ പോയി അങ്ങനെയൊന്നുമല്ല. ഇത് ശരിക്കും ചതിക്കുക തന്നെയാണ് ചെയ്തത്. അതുമൂലം ഉണ്ടായ മാനസിക സംഘർഷങ്ങളും വിഷമങ്ങളും കുറേ കാലം നിങ്ങൾ അനുഭവിച്ചു. അതിനെ നിങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങളോട് നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് കൃത്യമായ മറുപടി തരാതെ മുഖം തിരിച്ചിരിക്കുകയും അതുപോലെ തന്നെ പ്രതിരോധിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ വളരെയധികം സംഘർഷത്തിലായിരുന്നു. എന്നാൽ നിങ്ങൾ ഇത് അറിഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒന്ന് ആഞ്ഞു ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് ബോൾഡാകുകയാണ്. അവിടെ നിങ്ങൾ പല വഴികൾ ആലോചിച്ചു, പല വഴികളിലൂടെയും നിങ്ങളത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ശ്രമിക്കുന്നു. പിന്നീട് നിങ്ങളുടെ ഇൻഡ്യൂട്ടീവ് പവർ വർദ്ധിക്കുകയും ആ ഇൻഡ്യൂഷനിലൂടെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഉള്ളിലുള്ള അഗ്നി അതിനെ കത്തി ജ്വലിപ്പിച്ചുകൊണ്ട് നമ്മളെ മുൻപോട്ടിറങ്ങുന്നു. ഇവിടെ സ്നേഹവും കാര്യങ്ങളും വളരെയധികം സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. ഒരു ഫാമിലിയോടുള്ള സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോടുള്ള സ്നേഹം
പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഭാര്യ കുഞ്ഞുങ്ങൾ അവരോടുള്ള സ്നേഹം, അതിന് സിംഗിളാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോട്, ഇനിയിപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ ആ രീതിയിലുള്ള ബന്ധമാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ രീതിയിൽ എങ്ങനെ വന്നാലും ഏത് ബന്ധമാണെങ്കിലും നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്നു, പക്ഷേ നിങ്ങൾക്കത് തിരിച്ചു കിട്ടിയില്ല എന്നാണ്. നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല, ആദ്യമൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ എപ്പോഴോ ഒരിക്കൽ നിങ്ങൾക്ക് ചതി നേരിടേണ്ടി വന്നു എന്നാണ്. എന്നാൽ അതിനൊരു മാറ്റം വരാൻ പോകുന്നു, ഒരു എൻഡിങ്സ് വരാൻ പോകുന്നു, ഒരു തുടക്കം വരാൻ പോകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റൊരു വ്യക്തി കടന്നു വരുന്നതാണ്. അതായത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് ആ വരുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഫാമിലി കാര്യങ്ങളൊക്കെ വരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ഈ പിന്നെ കാർഡ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ കാർഡ്സിൻ്റെ ഒരു എനർജി വരുമ്പോൾ പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ വല്ലാത്ത ഒരു വിഷമമാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ നല്ലൊരു ഫാമിലി ആണെങ്കിൽ ആ ഫാമിലിയിൽ ഒരാൾ നല്ലതുപോലെ പിന്നെ ഹൃദയം തുറന്നും യാഥാർത്ഥമായ ഒരു സ്നേഹവും നൽകുമ്പോൾ മറ്റേയാൾ ചതിക്കുക അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ആ ജീവിതത്തിന് ഒരു ശൂന്യതയാണ്. അവിടെ ഒരു സന്തോഷം ഉണ്ടാവില്ല, ഐക്യം ഉണ്ടാവില്ല. കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാലുള്ള പാർട്ട്ണറുടെ ആ ഒരു പിന്നെ മനോവേദന എന്താണ് എന്ന് പോലും ചിന്തിക്കാതെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ആരായാലും എടുത്തു ചാടുന്നത്. ആ എടുത്തു ചാടുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് സൂക്ഷിക്കണം. അവൻ്റെ ഫാമിലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവനവൻ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയാകാം, അല്ലെങ്കിൽ ഇനി ഏത് റിലേഷൻസ് ആയാലും ശരി, സ്നേഹം എന്ന് പറയുന്നത് അത് ഈശ്വരൻ തരുന്ന വരദാനമാണ്, അത് ഗിഫ്റ്റാണ്. അത് കിട്ടുമ്പോൾ ആ കിട്ടുന്നതിൻ്റെ പൗത്രത മനസ്സിലാക്കാതെ അതിനെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ വരുന്ന ആ ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ട്. കാരണം നല്ല നഷ്ടപ്പെടുകയാണ് ഇവിടെ. ജീവിക്കുമായിരിക്കാം അത് കഴിഞ്ഞിട്ടും, പക്ഷേ അങ്ങനെയല്ലല്ലോ നമ്മൾ ഒരു പിന്നെ സ്നേഹം പങ്കുവയ്ക്കുക എന്നല്ലേ പറയുന്നത്, അല്ലേ? അങ്ങനെയല്ലേ, സ്നേഹം പങ്കുവയ്ക്കുക എന്നാണ് രണ്ടുപേരും. അതാണ് ഫാമിലി ആകുക. ഏതായാലും നമുക്ക് കിട്ടിയ കാർഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇത്രയും പറയേണ്ടി വന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു യൂണിവേഴ്സ്.